മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന ചിത്രം 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു. വെറും 6 ദിവസം കൊണ്ടാണ് സിനിമ 100 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 6 ബോളിൽ സെഞ്ചുറി അടിച്ച് ലാലേട്ടൻ എന്നുള്ള. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇന്ന് തന്നെ എത്താൻ കഴിയുന്നതായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 10,000ത്തിലേക്ക് എത്തിക്കില്ലേ എന്നുള്ളത്. എന്താണ് നമുക്കിവിടെ സന്തോഷകരമായ ഒരു കാര്യം, 100 കോടിയിലേക്ക് മോഹൻലാലിൻ്റെ സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വെറും 6 ദിവസങ്ങൾ കൊണ്ട് മാത്രം. ഇതിനിടയിൽ മറ്റൊരു ഗംഭീര റെക്കോർഡ് കൂടിയുണ്ട്. ഒരു മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു മാസം ഇടവിട്ട് 2 100 കോടി ക്ലബിൽ കയറുന്ന ആദ്യ നടൻ എന്നുള്ളത്. അതായത് മലയാളത്തിൽ തന്നെ അങ്ങനെ. അതുമാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നടന് അടുപ്പിച്ച് ഇങ്ങനെ ഒരു 100 കോടി ഉണ്ടെങ്കിൽ അത് മോഹൻലാലിന് മാത്രമാണ് എന്നുള്ളതാണ്. അമ്മാതിരി കൊടൂരമായിട്ടുള്ള തൂക്കാണ്. 5 ദിവസം കൊണ്ട് സിനിമ നേടിയത് 83 കോടിയായിരുന്നെങ്കിൽ 6-ാം ദിവസം സിനിമ 4 ദിവസം കൊണ്ട് സിനിമ നേടിയത് 83 കോടിയാണെങ്കിൽ 5-ാം ദിവസം സിനിമ 95 കോടിയിലേക്ക് എത്തുകയും ഇന്ന് 6-ാം ദിനം രാവിലെ തന്നെ സിനിമ, രാവിലെ എന്നല്ല തലേദിവസം തന്നെ കഴിഞ്ഞു എന്ന് പറയാം. കാരണം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം വന്നത് 4 കോടി, 99 കോടി വന്നിരുന്നു എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ സിനിമ 100 കോടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ഓരോ ദിവസവും അതിഗംഭീരമായിട്ടുള്ള തിരക്കാണ്. ഇന്ന് ഈ 100 കോടി തികയുന്ന ദിനത്തിലും നമുക്ക് 4 കോടിയോളം പ്രീസെയിൽ വരുമെന്ന് പറയുമ്പോൾ അത് റെക്കോർഡാണ്. അതിന് മുകളിൽ നിൽക്കുന്ന മറ്റൊരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നാളെയും മറ്റന്നാളും ഒക്കെ അതേ സമാനമായ രീതിയിൽ തന്നെ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കളക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് 200 അല്ല 250 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്. മലയാളത്തിലെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് വരുന്നത്. അതായത് അത്ര ഗംഭീരമായിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് തന്നെ പറയാം. ഇത്ര മനോഹരമായിട്ട് വേറെ ഒരു സിനിമയും ഇതിനു മുന്നേ വന്നിട്ടില്ല എന്ന് 100 വട്ടം നമുക്ക് ഉറപ്പിക്കാവുന്ന. കാരണം ഇത് ജനങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്ന ചിത്രം തന്നെയാണ് എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മികച്ച രീതിയിലാണ്. ഈ ഒരു സിനിമയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ലെവലിലാണ് സിനിമ വന്നത്. ആ ഒരു രീതിയിൽ വന്നിട്ട് സിനിമയ്ക്ക് തൂക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നല്ല സിനിമ എന്നുള്ളതാണ്. പലപ്പോഴും സിനിമകൾ നമ്മൾ കാണുന്നു വെറുതെ തള്ളിവിട്ട് അതിനെ 100 കോടിയും 50 കോടിയും ഒക്കെ എത്തുന്ന കാര്യങ്ങൾ കാണുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ സിനിമ ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അതൊന്നുമില്ലാതെ രഞ്ജിത്തേട്ടൻ്റെ ഈ ഒരു സിനിമ ആ റേഞ്ചിലാണ്. അതെ, ചിപ്പി ചേച്ചിയും രഞ്ജിത്തേട്ടനും അമ്മാതിരി ഒരു ഗംഭീര സിനിമയാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തരുൺ മൂർത്തി എന്ന സംവിധായകനും മോഹൻലാലും അണിനിരുന്നപ്പോൾ ഇതൊരു ഒന്നൊന്നര സിനിമയായി മാറി എന്നുള്ളത് തന്നെയാണ്. അതെ, ഇനിയും ഈ സിനിമ വരുന്ന ദിവസങ്ങളിൽ ഇതിന് മുകളിലേക്ക് കളക്ഷൻ നേടും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത ആഴ്ച നമ്മൾ ഇത് 200 കോടി എന്നുള്ള ആ ഒരു പോസ്റ്ററും അതിനൊരു വീഡിയോയും ചെയ്യുന്നതാണ്. 250 കടന്ന് 300 കടന്ന് പോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തെലുങ്കിൽ നിന്ന് മാത്രം സിനിമ 1 കോടിക്ക് മുകളിൽ നേടി എന്നുള്ള സന്തോഷകരമായ വാർത്തയും, അതേപോലെ തന്നെ 10 മില്യൺ എന്നുള്ള ആ ഒരു 1 മില്യൺ എന്നുള്ള ആ ഒരു റെക്കോർഡിലേക്ക് USA നിന്ന് മാത്രമായി സിനിമ എത്തുകയും ചെയ്യുന്നു. GCC അതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും മികച്ച അഭിപ്രായത്തോടു കൂടി തിയേറ്ററുകൾ കൂട്ടി, അതിൻ്റെ ഷോ കൗണ്ടുകൾ കൂട്ടി സിനിമ മുന്നോട്ട് പോവുകയാണ്. എന്താണേലും മലയാള സിനിമയ്ക്ക് ഇതൊരു പൊൻതിളക്കം തന്നെയാണ് 100 കോടി എന്നുള്ളത്. അത് ഏറ്റവും മനോഹരമായ, ഏറ്റവും വിശ്വസനീയമായ, ഒരാൾക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത തരത്തിലുള്ള 100 കോടി എന്ന് തന്നെ പറയാം. ഈ സിനിമ കണ്ടിറങ്ങുന്നവർ ഇതിനു മുമ്പുള്ള ഏത് സിനിമയ്ക്കും നമുക്ക് പറയാം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഒരാൾ പോലും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇതിലെവിടെയെങ്കിലും ഒരു മോശം എലിമെൻ്റ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇതിനാണോ 100 കോടി കിട്ടിയെന്നോ ഒരാളും പറയില്ല. കാരണം ഇത് തീർച്ചയായും 100 കോടി കിട്ടേണ്ട സിനിമ തന്നെയാണ്. അമ്മാതിരി ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും 6 ബോളിൽ സെഞ്ചുറി അടിച്ച് ലാലേട്ടൻ മലയാളം ബോക്സ് ഓഫീസിൽ, മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാം. മലയാളത്തിൽ നിന്ന് ആദ്യ 100 കോടി കയറുന്ന ചിത്രമായിരിക്കും ഇത് എന്ന് ഉറപ്പിക്കാം. ഇതുവരെ മലയാള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു സിനിമയ്ക്കും ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്തിന് എമ്പുരാന് പോലും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 89.5 കോടി വേണ്ടടുത്ത് 87 കോടിയിലെത്തി സിനിമ ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ അവിടെ അറിയാതെ ചോദിച്ചുമാണ് ഫാൻസ് പവർ എന്ത് എന്നുള്ളത്. ഫാൻസ് അല്ല സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള. വേണമെങ്കിൽ 2 ദിവസം ഫാൻസുകാർ ഒന്ന് അണിഞ്ഞിറങ്ങി, അല്ലെങ്കിൽ തുനിഞ്ഞിറങ്ങിയിരുന്നുവെങ്കിൽ 89 കോടിക്ക് മുകളിലേക്ക് എത്തിയേനെ. പക്ഷേ അവിടെയൊക്കെ ആളുകൾ കൈവിട്ടപ്പോൾ ഇവിടെ ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായും ഈ സിനിമ മലയാളത്തിൽ നിന്ന് 100 കോടി നേടുന്ന ചിത്രമായി മാറും എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻസിലൂടെ ഒന്ന് അഭിപ്രായങ്ങൾ പറയാം. കണ്ടിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇത് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ വലിയ പാടുള്ള ഒരു സിനിമയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഒപ്പം നേരത്തെ ബുക്ക് ചെയ്യാം. അതായത് ഒരാഴ്ച മുമ്പൊക്കെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ ശനി ഞായർ
26 വരെ നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചാലും പ്രത്യേകിച്ച് മേജർ ടൗണുകളിൽ കിട്ടാനില്ല. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ടിക്കറ്റ് കിട്ടാനില്ല. അല്ലെങ്കിൽ വളരെ ദൂരെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിങ്ങൾ നോക്കേണ്ടി വരും. ആദ്യ ദിനം 5 കോടി 10 ലക്ഷം രൂപ നേടിയ സിനിമ 2-ാം ദിവസം 7 കോടിയും 3-ാം ദിവസം 8 കോടി 20 ലക്ഷവും നേടി. പിന്നെ 7 കോടി വെച്ച് അല്ലെങ്കിൽ 6 കോടി 90-ഉം പിന്നെയും 6 കോടി 90 ലക്ഷവും ഒക്കെയായി നിന്ന സിനിമ ഒരു ദിവസം പോലും 6 കോടിക്ക് താഴേക്ക് പോകുന്നില്ല. ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ്. സിനിമ ആ റേഞ്ചിൽ നിൽക്കുമ്പോഴും നമുക്ക് ബുക്ക് മൈ ഷോയിൽ പോലും അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന 9.5 ആണ് 10-ൽ. അതുപോലെ ഈ ഒരു അവസാന മണിക്കൂറിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ വീഡിയോ ചെയ്യുന്ന മണിക്കൂറിലും ഇന്ന് ഈ 6-ാം ദിനം ഇത്രത്തോളം ജനങ്ങൾ കണ്ടിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല, മണിക്കൂറിൽ 18,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോകും. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, UK അയർലൻഡിൽ നിന്ന് സിനിമ 6 കോടിക്ക് മുകളിൽ 5 ദിവസം കൊണ്ട് നേടി എന്നുള്ളതാണ്. അയർലൻഡിൽ നിന്ന് $97,000 നേടിയതെങ്കിൽ നമുക്ക് ബാക്കി കിട്ടിയത് ഈ പറഞ്ഞ പോലെ $5,24,500 എന്നുള്ളതാണ്. അത്ര ഗംഭീരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോലും സിനിമ മികച്ച രീതിയിൽ പ്രകടനം നടത്തുമ്പോൾ ഒരു കാര്യം പറയാം, ബോക്സ് ഓഫീസിൽ മോഹൻലാൽ പവർ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 3 ദിവസത്തെ നമുക്ക് ലഭ്യമായ ഡീറ്റെയിൽഡ് കളക്ഷൻ്റെ അല്ലെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് 21 കോടിയാണ്. ഇന്ന് അത് 37 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് വരുന്നത്. കർണാടകയിൽ നിന്ന് 3 ദിവസം കൊണ്ട് 3 കോടിയോളം, നോർത്ത് ഇന്ത്യയിൽ നിന്ന് 1 കോടി 75 ലക്ഷം രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി 60 ലക്ഷം രൂപ, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 0.85, ഡൊമസ്റ്റിക്കിൽ നിന്ന് 3 ദിവസം കൊണ്ട് കിട്ടിയത് 27 കോടി രൂപയാണെങ്കിൽ ഓവർസീസിൽ നിന്ന് കിട്ടിയത് ഏകദേശം $5 മില്യൺ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് 69 കോടി സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞു. 4-ാം ദിവസമായപ്പോഴത്തേക്ക് സിനിമ അതിൻ്റെ മുകളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടു. 5-ാം ദിവസം സിനിമ 95 കോടിയിലേക്ക് എത്തുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. മോഹൻലാൽ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് മലയാള ബോക്സ് ഓഫീസിൽ. എമ്പുരാന് 55 ലക്ഷം ഫുട്ഫോൾസ് ആണ് വന്നതെങ്കിൽ തുടരും 25 ലക്ഷം 6 ദിനം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് വെറും 35 ദിവസം കൊണ്ട് 80 ലക്ഷത്തോളം ടിക്കറ്റുകൾ, 80 ലക്ഷത്തോളം ആളുകൾ തിയേറ്ററിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത് മോഹൻലാൽ എന്ന നടൻ തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് തിയേറ്റർ ഉടമകൾക്കൊക്കെ വലിയ രീതിയിലുള്ള അനുഗ്രഹം എന്ന് തന്നെ പറയാം. തിയേറ്ററിന് നഷ്ടവും കാര്യങ്ങളുമൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ചുമ്മാ പറയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സൊക്കെ പണ്ടേ പൂട്ടിക്കൊണ്ട് പോകേണ്ടതല്ലേ. ഇപ്പോൾ എത്രത്തോളം തിയേറ്ററുകൾ വരണമെങ്കിൽ നല്ല ലാഭമുള്ള ബിസിനസ് ആയതുകൊണ്ട് അത് കൊണ്ടു നടക്കുന്നു. അതിനു മുകളിൽ അവർക്ക് ലാഭമുണ്ടാക്കാനുള്ള അവസരമുള്ളത് കൊണ്ട് തന്നെ അത് നൽകിയിരിക്കുന്ന ലാലേട്ടൻ എന്ന് പറയാം. പലപ്പോഴും നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് തിയേറ്റർ ഉടമകളുടെ വിഷമവും കാര്യങ്ങളും. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വാക്ക് പറഞ്ഞത്. കാരണം തിയേറ്റർ ബിസിനസ്സും സിനിമ ബിസിനസ്സും ഒക്കെ വമ്പൻ ലാഭം അല്ലെങ്കിൽ ഒരുത്തനും നടത്തിക്കൊണ്ട് പോകില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കോടികൾ കൊയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ബിസിനസ് നടക്കുന്നത്. അത് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ആ ഒരു കാര്യം തുടരുവുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും ആവശ്യമില്ലെങ്കിൽ പോലും ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളത് മാത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ബോക്സ് ഓഫീസിൽ സുനാമി തന്നെയാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ലാൽസലാം.